ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയൊരു ഐറ്റമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ബ്രൊക്കോളി വെച്ചിട്ടൊരു ഹെൽത്തി ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. ബ്രൊക്കോളിയും മുട്ടയും കൂടെ നമുക്ക് ബ്രൊക്കോളി മുട്ട തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഒരു 200 ഗ്രാമിൻ്റെ ഒരു ബ്രൊക്കോളിയാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ കുറച്ച് കേടുള്ള ഭാഗങ്ങളും പിന്നെ ഇതൊക്കെ കളഞ്ഞ ശേഷം നന്നായി വെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകിയ ശേഷം നമുക്ക് കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ കറി വയ്ക്കുന്നത് പോലെ ഇങ്ങനെ ഓരോ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരിശോധിക്കാമേ. കാരണം പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗ്രീൻ കളർ പുഴുവാണ് മാക്സിമം ഉണ്ടാവാറ്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നന്നായിട്ട് നോക്കി, അപ്പോൾ അതിലൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്നും നമ്മൾ തിളച്ച ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും ഇതും കൂടെ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട്. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് അതൊന്ന് നന്നായിട്ട് മുക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാ അണുക്കളൊക്കെ ചത്തുപോയിട്ടുണ്ടാകും. അതിന് ശേഷം നമ്മളിത് ഫ്രഷ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. അതേപോലെ തന്നെ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സവാള വേണം, ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി വേണം. പിന്നെ ഒരു 5-6 വറ്റൽമുളകുണ്ടല്ലോ, അത് ഞാൻ പൊടിച്ച വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ട് കത്രിക വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനത്തെ വറ്റൽമുളക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തത് പൊടിയായി അരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിലിട്ടെടുത്തിട്ട് പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്തിട്ട് നമ്മുടെ പണി തുടങ്ങാം. കടായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാമേ. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുപോയി ആട്ടിയിട്ട് വന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അര ഇഞ്ച് വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാമേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. നല്ല മണം കേട്ടോ. ഇഞ്ചി മൂപ്പിക്കുന്ന മണം നല്ല മണമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നിങ്ങൾ ഇതേപോലെയാണോ ബ്രൊക്കോളിയൊക്കെ ഉണ്ടാക്കാറെന്ന് ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വറ്റൽമുളകെല്ലാം ഇട്ട് കൊടുക്കാമേ. വറ്റൽമുളക് നമ്മൾ ചതച്ച മുളകാണ് സാധാരണ ഇട്ട് കൊടുക്കാറ്. ഞാനൊരു വെറൈറ്റിക്ക് അങ്ങോട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടു. നല്ല രസമാണല്ലോ, റൗണ്ട് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാമേ. സവാള ഇട്ടിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുളകൊക്കെ മൂത്ത് വരും കേട്ടോ. സവാള ഇട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി, ഇപ്പം നമ്മൾ മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മുരിങ്ങ മുട്ടത്തോരനും. അതുപോലെ തന്നെ അതിനേക്കാളും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കോളിഫ്ലവർ നന്നാക്കുന്ന പോലെ ബ്രൊക്കോളി നന്നാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതും അത്രയും റിസ്ക്കും ഇല്ല കേട്ടോ. ഇനി അടുത്തതായി നമുക്കൊരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കാമേ. മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ എല്ലാത്തിലും ആവട്ടെ. അതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ ബ്രൊക്കോളി അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ബ്രൊക്കോളി. നമ്മൾ മുന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് മുരിങ്ങ മുട്ടത്തോരൻ. അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ബ്രൊക്കോളിയും മുട്ടത്തോരനും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. ഇത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ അതൊന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണതിന് മുന്നേ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്ര ക്വാണ്ടിറ്റി മതിയേ ഇതിനെ നമുക്ക് വേവാനായിട്ട്. കാരണം അടിയിൽ പിടിക്കാതെ, അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഉപ്പും നമ്മൾ ആ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ബ്രൊക്കോളി ഇവിടെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ആവി പറക്കണ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ നെക്സ്റ്റ് നമ്മുടെ താരത്തിന് ഇറക്കാനുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പോർഷൻ
പോർഷൻ തീർന്നു. ഇനി രണ്ടാമത്തെ പോർഷനായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൽ ബ്രൊക്കോളി മുട്ട തോരനാണല്ലോ, അപ്പോൾ നമുക്കിനി മുട്ടേനെ ഇറക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിന് സ്പേസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ടയാണ് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 മുട്ട, അതുപോലെ തന്നെ ഒരു 200 ഗ്രാം ബ്രൊക്കോളി, പിന്നെ ഒരു സവാള കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, പിന്നെ ഒരു 5-6 വറ്റൽമുളക് കട്ട് ചെയ്തത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ഒരു മെയിനായിട്ട് ഒരാളും കൂടി വരാനുണ്ട്. ഇനി നമുക്ക് മുട്ട ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞില്ലേ ഒരു 2 സെക്കൻഡ് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ താരം. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. മുട്ടയും കുരുമുളക് പൊടി നല്ലൊരു കോമ്പിനേഷൻ കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ, മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂടുതൽ മിക്സിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം ഒരു 2 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, കാരണം മുട്ടയൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിൻ രണ്ടാമത്തെ പോർഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മളിതേ നന്നായിട്ട് ചിക്കിച്ചനക്കി എടുക്കുകയാണ് കേട്ടോ. എഗ് സ്റ്റിർ ഫ്രൈ എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ മുട്ട ചിക്കിച്ചനക്കണ പോലെ നമ്മൾ ബ്രൊക്കോളിയും മുട്ടയും കൂടെ നന്നായിട്ട് ചിക്കിച്ചനക്കി എടുക്കുകയാണ് കേട്ടോ. ചിക്കി പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എഗ് സ്റ്റിർ ഫ്രൈ, അതായത് ബ്രൊക്കോളി എഗ് സ്റ്റിർ ഫ്രൈ എന്ന് പറയുന്ന ബ്രൊക്കോളിയും മുട്ടത്തോരനും നമ്മളിവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് അത് കഴിഞ്ഞത് മുട്ട ഇട്ട് കഴിഞ്ഞ് മുട്ട ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു 2 സെക്കൻഡ് കൊണ്ട് തന്നെ റെഡിയാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഐറ്റമാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളി കേട്ടോ. ഞങ്ങളിവിടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു മുളകൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാവേ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളിയായിട്ടില്ലേ നമ്മുടെ ഫ്രൈ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. പിന്നെ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരാമേ. അപ്പോൾ അപ്പൂസ് ക്രേസി വേൾഡിൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.